Good evening, all. This is Siad Ilikal. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency trading platform in India. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് കുറച്ച് നാളുകളായിട്ട് ബാങ്കിങ് മേഖലകളിൽ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ നമുക്ക് വിസിബിൾ ആയിരുന്നു. ഇത് മറികടക്കാനായിട്ട് RBI തന്നെ മുന്നിട്ടിറങ്ങി 60,000 കോടി രൂപയുടെ ബോണ്ട് റീപർച്ചേസ് നടത്തി ഇതുവഴി 1.5 lakh crores ലിക്വിഡിറ്റി ബാങ്കുകളിലേക്ക് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് HDFC, ICICI ബാങ്ക്, കൊട്ടാക്ക ഉൾപ്പെടെയുള്ള മുൻനിര ബാങ്കിങ് കമ്പനീസ് എല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് 1000 പോയിന്റ് അടുത്തൊക്കെ റാലി രേഖപ്പെടുത്തി. എല്ലാ ഫിനാൻഷ്യൽ കമ്പനീസും സെക്ടേഴ്സും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് നടത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഏറെ നാളുകളായിട്ട് നിക്ഷേപകർ കാത്തിരുന്ന ഒരു ചെറിയൊരു റിക്കവറിയാണ് ഇന്ന് നടന്നത്. കൂടാതെ തന്നെ RBIയുടെ ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് കിട്ടിയിരുന്നത് NVIDIA, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള US ലിസ്റ്റ് ചെയ്ത NVIDIA എന്ന് പറയുന്ന സ്റ്റോക്ക് ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പുതിയ ChatGPT പോലെയുള്ള സമാന്തര പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് കാരണം NVIDIA 16% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണെന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അവിടെയാണ് RBI കൃത്യമായിട്ട് തന്നെ ഇടപെട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു നല്ല രീതിയിലൊരു അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. M&M ഫിനാൻസ് എല്ലാം തന്നെ 6% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. മാർക്കറ്റ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. സ്ലൈറ്റ്ലി അല്ല, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 100 പോയിന്റ് അടുത്തൊക്കെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സപ്പോർട്ട് എടുത്തു 22,880 നിന്ന്. വീണ്ടും മാർക്കറ്റ് ഒരു വലിയ തോതിൽ ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 282 പോയിന്റിൻ്റെ റാലിയാണ് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റിയുടെ ചാർട്ട് അല്ല, നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഒരേ ഡയറക്ഷനിലേക്ക് റാലി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇന്ന് ശ്രീറാം ഫിനാൻസ്, സിപ്ല, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റി 50-ൽ 2 മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തി. ഫാർമ സെക്ടറിലുള്ള സൺഫാർമ 4.5% ഇടിവ് രേഖപ്പെടുത്തി. ബ്രിട്ടാനിയ, ഭാരത് ഇലക്ട്രിക്, ഗ്രാസിം, NTPC തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. അതിന് മിഡിൽ ഭാഗത്തുള്ളത് ഏഷ്യൻ മാർക്കറ്റാണ്. കൊറിയ, ജപ്പാൻ, ചൈനീസ് മാർക്കറ്റ് അവധിയാണ്. മറ്റുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായിരുന്നു. ഡോ ഫ്യൂച്ചർ കാണാം ഓൾമോസ്റ്റ് സെൻട്രലായിട്ട്. ഡോ ഫ്യൂച്ചർ ഒരു ഫ്ലാറ്റായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യ വിക്സ് ഫോൾ ആക്കാൻ കൂട്ടാക്കിയില്ല. 18.19 സ്പൈക്കാണ് രേഖപ്പെടുത്തിയത്. ഗോൾഡും റാലി രേഖപ്പെടുത്തി. $4 ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഉയർന്നു. ബ്രന്റ് ഓയിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് $76.59. ബിറ്റ്കോയിനിലും ഒരു സ്പൈക്ക് കണ്ടു. $3,549 ബിറ്റ്കോയിനും ഉയർച്ച രേഖപ്പെടുത്തി. ഇത് ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. ബിറ്റ്കോയിൻ ഇപ്പോൾ സ്പോട്ട് ഉള്ളത് 1,02,721 റേഞ്ചിലാണ്. കൺസോൾഡേറ്റ് ആണ് ബിറ്റ്കോയിനൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ലിസ്റ്റ് ചെയ്ത നമ്മളുടെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് തിരികെ എത്തിയിട്ടുണ്ട്. ഒരു 12% കറക്റ്റ് ചെയ്ത നിഫ്റ്റിനെ സംബന്ധിച്ച് ഇതൊരു ഹ്യൂജ് റിക്കവറി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ബാങ്കിങ് മേഖലയിൽ കണ്ട റാലി ഏകദേശം 500 പോയിൻ്റൊക്കെ അടുത്ത് നിഫ്റ്റിയൊക്കെ ഒരു സിംഗിൾ ഡേ കൊണ്ട് റാലി രേഖപ്പെടുത്തിയത്, അതും ബഡ്ജറ്റിന് മുമ്പൊക്കെ വളരെയധികം പോസിറ്റിവിറ്റി തരുന്നുണ്ട്. FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇപ്പോഴുള്ള ഒരു വലിയൊരു പ്രശ്നം. ഈ ഒരു മാസം മാത്രം ഏകദേശം 60,000 കോടി രൂപക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി കഴിഞ്ഞു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ പരമാവധി ബൈങ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പാനിക് സെല്ലിംഗ് ആണ് മറ്റൊരു തലവേദന. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ കീനസ് ടെക്നോളജി കമ്പനി ഏകദേശം 20% ഫോൾ ഉണ്ടായിരുന്നു. കമ്പനി അവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചതാണ് കാരണം. TTK പ്രസ്റ്റേജ് നെറ്റ് പ്രോഫിറ്റ് 667 നിന്ന് 651 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. കത്തോലിക് CSB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്, 152 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 1.9% ഒരു ഫോള് കണ്ടു. സിപ്ല നെറ്റ് പ്രോഫിറ്റ് 49% സ്പൈക്ക് രേഖപ്പെടുത്തി 1,571 കോടി രൂപ. സ്ട്രീറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. അപ്പാർ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് സ്റ്റോക്കിൽ നിന്ന് 15% ഫോള് രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ലാസ്റ്റ് ഇയറിൽ നിന്ന് ഡിക്ലൈൻ ആയതാണ് കാരണം.
സിസിഡോൺ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 91% റാലി. ഹ്യുണ്ടായി മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റ് 19% ഫോൾ രേഖപ്പെടുത്തി 1161 കോടി രൂപ. നിതിൻ സ്പിന്നേഴ്സ് കമ്പനി 1100 കോടി രൂപയാണ് അടുത്ത 2 വർഷം കൊണ്ട് ഇവരുടെ ഇത് ടെക്സ്റ്റൈൽസ് കമ്പനിയാണ്. ഫാബ്രിക് കപ്പാസിറ്റീസ് എല്ലാം തന്നെ ഉയർത്താനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. L&T രാജ്യത്തിലെ മുൻനിര ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 10 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഡാറ്റാ സെൻറ്റർ ഉസ്ബെക്കിസ്ഥാനിൽ ഇവർക്ക് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% സ്പൈക്ക് രേഖപ്പെടുത്തി 2678 കോടി രൂപ കരസ്ഥമാക്കി. JSW ഇൻഫ്ര കമ്പനിയുടെ കാർഗോ വോളിയം 5% സ്പൈക്ക്. കൂടാതെ തന്നെ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ഉയർച്ച കൈവരിച്ച് 335 കോടി രൂപ കരസ്ഥമാക്കി. BEL കമ്പനിക്ക് 531 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. തിരുമലൈ കെമിക്കൽ കമ്പനി നെറ്റ് ലോസ് ഇവർ വർദ്ധിച്ചു. 23 കോടി രൂപ കഴിഞ്ഞ തവണത്തെ ലോസ് ഈ തവണ അവർ 42 കോടി രൂപ ലോസ് വർദ്ധിച്ചു. കേരളം ആസ്ഥാനമായിട്ടുള്ള വി-ഗാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. കൂടാതെ തന്നെ റവന്യൂ 9% വർധനവ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 530 നിന്ന് 590 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. റൈറ്റ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 130 കോടി രൂപയിൽ നിന്ന് 110 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. റൈറ്റ്സ് കമ്പനിയാണ്. റൂട്ട് മൊബൈൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 85 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. 113 കോടി രൂപ കഴിഞ്ഞ തവണ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പേടിഎം കമ്പനി ഇവരുടെ പുതിയ സ്മാർട്ട് ഫോൺ QR വെഡ്ജറ്റിൽ തന്നെ കമ്പനി ലോഞ്ച് ചെയ്തു. വണ്ടർല ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ബിസിനസ് ഇൻ ദ സെൻസ് ഇവർക്ക് നമുക്കറിയാം വണ്ടർലക്ക് വീഗാലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യയിലെ പല നഗരങ്ങളിലും എസ്പെഷ്യലി ചെന്നൈ പോലെയുള്ള നഗരങ്ങളിലും എല്ലാം തന്നെ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമ്മുടെ ട്രേഡിംഗ് ചാനലിൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ള വിശ്വസിക്കുന്നു. താങ്ക് യു.